Good morning, students. ഇന്നത്തെ ഈ വീഡിയോയിൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹെറ്ററോജംഗ്ഷൻസ് ആണ്. എന്താണ് ഹെറ്ററോജംഗ്ഷൻസ് എന്നുള്ളത് ഞാൻ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി ഹെറ്ററോജംഗ്ഷൻസ് നമുക്ക് നോർമലി പല ടൈപ്സിൽ അവൈലബിൾ ആണ്. നമുക്ക് ഓരോന്നും നോക്കാം. ആദ്യത്തേത് മോഡുലേഷൻ ഡോപ്ഡ് ഹെറ്ററോജംഗ്ഷൻസ്. അപ്പോൾ heterojunctions are the interface that occurs between two layers or regions of dissimilar crystalline semiconductors having unequal band gaps compared to homojunctions. ഇത് ഓൾറെഡി നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ എപ്പിഡാക്സിൽ ഇത് വെച്ച് കമ്പയർ ചെയ്ത് പറഞ്ഞിരുന്നതാണ്. ഈ മോഡുലേഷൻ ഡോപ്ഡ് ഹെറ്ററോജംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? They are the interfaces between two semiconductors of different band gaps. എന്തായാലും heterojunctions എന്ന് പറയുമ്പോൾ രണ്ട് സെമി കണ്ടക്ടേഴ്സ് കൺസിഡർ ചെയ്യും, അത് രണ്ടും ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ബാൻഡ് ഗ്യാപ്പും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ മോഡുലേഷൻ ഡോപ്റ്റിനകത്തും അങ്ങനെ തന്നെയായിരിക്കും. ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ബ്ലോക്ക് ഓഫ് ഇലക്ട്രോണിക്സ് സർക്യൂട്ട്സ് ആൻഡ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് അല്ലെങ്കിൽ സ്റ്റഡീഡ് ആയിട്ടുള്ള ഹെറ്ററോസ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് എൻ ടൈപ്പ് അലൂമിനിയം ഗാലിയം ആർസനൈഡ് ആണ്. അതിന്റെ കറസ്പോണ്ടിങ് കോമ്പോസിഷൻ ഇങ്ങനെയാണ്: AlX gallium 1-X arsenide. Okay, and almost intrinsic or lightly doped p-type gallium arsenide heterojunctions. So ഈ രണ്ട് heterojunctions ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്റ്റഡി ചെയ്യുന്നത്. In gallium arsenide heterojunctions നമുക്കറിയാം gallium ഒരു സെമികണ്ടക്ടർ, arsenide വേറൊരു സെമികണ്ടക്ടർ. So gallium belongs to group 3 element of periodic table and arsenic belongs to group 5 element of periodic table. അങ്ങനെയാണെങ്കിൽ alloys made with these chemical groups are referred to as 3,5 compounds. അപ്പോൾ നമ്മളിപ്പോൾ ഗാലിയം ആർസനൈഡ് എടുത്തപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഗാലിയം ഗ്രൂപ്പ് 3 ആണ്, അതേപോലെ ആർസനിക് എന്താണ്, 5th ഗ്രൂപ്പ് എലമെന്റ് ആണ് പീരിയോഡിക് ടേബിളിൽ. സോ 3,5 എലമെന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ഫോം ചെയ്യുന്നത്, ഒരു ഹെറ്ററോജംഗ്ഷൻ ഫോം ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവുന്ന അലോയ്സിന് നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് 3,5 കോമ്പൗണ്ട്സ് എന്നും പറയാം ഈ ഹെറ്ററോജംഗ്ഷൻസിന്. ഓക്കെ, aluminum gallium arsenide is a semiconductor material with same lattice constant, or gallium arsenide has a larger band gap. The X in the formula defines the number between 0 and 1. അതായത് നമ്മൾ എന്താണ് മോഡുലേഷൻ ഡോപ്ഡ് സെമികണ്ടക്ടർ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞു നമുക്ക് പല ടൈപ്പുള്ള ഹെറ്ററോജംഗ്ഷൻസ് ഉണ്ട്. അതിനകത്ത് മോഡുലേഷൻ ഡോപ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഹെറ്ററോ സ്ട്രക്ചേഴ്സ് തന്നെയാണ്. ബട്ട് ആ ഹെറ്ററോ സ്ട്രക്ചേഴ്സിന്റെ ലാറ്റസ്റ്റ് സ്ട്രക്ചർ എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഇപ്പൊ ഞാൻ അതിനകത്ത് യൂസ് ചെയ്യുന്ന ഇപ്പൊ അലൂമിനിയം ഗാലിയം ആർസനൈഡ്, അതിനകത്ത് യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടർ മെറ്റൽസിന്റെ കറസ്പോണ്ടിങ് ലാറ്റസ്റ്റ് കോൺസ്റ്റന്റ്, അലൂമിനിയത്തിന്റെ ആണെങ്കിലും ഗാലിയത്തിന്റെ ആണെങ്കിലും ആർസനൈഡിന്റെ ആണെങ്കിലും lattice constant എപ്പോഴും സെയിം ആണ്. അതായത് how atoms are aligned in a crystal. സോ അതിനെയാണ് നമ്മൾ lattice constant എന്ന് പറയുന്നത്. അതിന്റെ കറസ്പോണ്ടിങ് പാരാമീറ്റർ ആണ്. സോ ആ ഒരു പാരാമീറ്റർ എപ്പോഴും സെയിം ആണ്. ഇൻ ദി കേസ് ഓഫ് അലുമിനിയം ഗാലിയം ആർസനൈഡ് നമുക്ക് കോമ്പോസിഷൻ അലുമിനിയം എക്സ് ഗാലിയം 1-X ആർസനൈഡ് എന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ വേരി ഫ്രം 0 and 1. അപ്പൊ നമുക്കറിയാം, this indicates an arbitrary alloy between gallium arsenide and aluminum arsenide. So അതിന്റെ ഒരു രണ്ടിന്റെ ഇടയിലുള്ളതാണ് എന്ത്, അലൂമിനിയം ഗാലിയം ആർസനൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിന്റെ കോമ്പോസിഷനും ഇതിന്റെ അലൈൻമെന്റും എനർജി ബാൻഡ് ഡയഗ്രം ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. Similar to the Mohs structure, an inversion layer of electron is formed in the gallium arsenide close to the gallium arsenide aluminum gallium arsenide interface. അപ്പൊ നമുക്ക് നോക്കാം, നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു മോഡുലേഷൻ ഡോപ്ഡ് ഹെറ്ററോജംഗ്ഷൻസ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഒരു അലൂമിനിയം ഗാലിയം ആർസനൈഡ് സ്ട്രക്ചർ എടുത്തിട്ടുണ്ട്. ഇതാണ് അതിന്റെ കറസ്പോണ്ടിങ് സ്ട്രക്ചർ. അപ്പൊ ഈ ഒരു സ്ട്രക്ചറിനകത്ത് നമ്മൾ എന്തെടുത്തിട്ടുണ്ട്, ഇതാണ് ഒരു നോർമലി നമ്മൾ മോഡുലേഷൻ ഡോപ്ഡ് ഹെറ്ററോ സ്ട്രക്ചേഴ്സിന്റെ ഒരു ഡയഗ്രാം ഇതാണ്. അപ്പൊ നമ്മുടെ അലൂമിനിയം ഗാലിയം ആർസനൈഡ് ഒരു സ്ട്രക്ചർ ആയിട്ട് കൺസിഡർ ചെയ്യും, ഇതൊരു സെമി കണ്ടക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യും, ഇതിനെ ഒരു സെമി കണ്ടക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, പക്ഷെ നമ്മൾ കോമ്പൗണ്ട് ആയിട്ടാണ് എടുക്കുന്നത്. നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് ഓരോ ലെയർ ബൈ ലെയർ, അതായത് ഒരു സബ്സ്ട്രേറ്റ് ഒരു പെർട്ടിക്കുലർ എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതിന് പകരം നമ്മൾ എന്താണ്, ഹെറ്ററോ ജംഗ്ഷൻസ് ആയിട്ടാണ് എല്ലാം കൺസിഡർ ചെയ്യുന്നത്.
അപ്പോൾ ഒരു മോഡുലേഷൻ ഡോപ്ഡ് ഹെറ്ററോജംഗ്ഷന്റെ കറസ്പോണ്ടിങ് കോമ്പോസിഷൻ ആണ്. ഇതിന്റെ ടോപ്പ് ലെയറിൽ എന്തുണ്ടാവും? സിലിക്കൺ ഡോപ്ഡ് ആയിട്ടുള്ള അലുമിനിയം ഗാലിയം ആർസനൈഡ് ഉണ്ടാവും. അതിന്റെ കോമ്പോസിഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, Lx ഗാലിയം 1 - X ആർസനൈഡ്. സോ ദിസ് ഇസ് അലുമിനിയം ഗാലിയം ആർസനൈഡ്. ഇനി ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു പോർഷൻ ഹെവിലി ഡോപ്ഡ് ആണ്. ഇനി ഇതെന്താണ്? നടുക്കത്തെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഈ വൈറ്റിൽ കാണുന്ന, തൊട്ട് താഴെയുള്ള വൈറ്റിൽ കാണുന്ന റീജിയൻ അൺഡോപ്ഡ് റീജിയൻ ആണ്. ഇനി അതിനൊരു ബൗണ്ടറി ഉണ്ടാവും. ഇതാണ് ആ ജംഗ്ഷൻ എന്ന് പറയുന്നത്, ഈ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി അതിന്റെ തൊട്ട് താഴെ 2 ഡയമെൻഷണൽ ഇലക്ട്രോൺ ഗ്യാസ് റീജിയൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി അതിന്റെ താഴെയായിട്ട് ലൈറ്റ്ലി ഡോപ്ഡ് ഗാലിയം ആർസനൈഡ് ഉണ്ടാവും. ഇനി ഇതിന്റെ താഴെയായിട്ട് ഗാലിയം ആർസനൈഡ് റീജിയൻ, സെമി ഇൻസുലേറ്റിംഗ് ആയിട്ടുള്ള ഗാലിയം ആർസനൈഡ് സെമി കണ്ടക്ടർ സ്ട്രക്ചേഴ്സ് അവൈലബിൾ ആണ്. അപ്പോ ഇതാണ് എന്ത് നമ്മുടെ ഒരു മോഡുലേഷൻ ഡോപ്ഡ് ഹെറ്ററോജംഗ്ഷൻസിന്റെ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അലുമിനിയം ഗാലിയം ആർസനൈഡ് അല്ലെങ്കിൽ ഗാലിയം ആർസനൈഡ് മോഡുലേഷൻ ഡോപ്ഡ് ഹെറ്ററോജംഗ്ഷൻസിന്റെ കറസ്പോണ്ടിങ് എനർജി ബാൻഡ് ഡയഗ്രാം ആണ്. അപ്പൊ ഈ ഒരു പോർഷൻ എന്ന് പറയുന്ന അലുമിനിയം ഗാലിയം ആർസനൈഡിന്റെ റീജിയൻ. ഇനി ഇതെന്താണ്? നമ്മുടെ ഗാലിയം ആർസനൈഡിന്റെ റീജിയൻ. അപ്പൊ രണ്ട് സ്ട്രക്ചേഴ്സ് 3,5 കോമ്പൗണ്ട്സ് തമ്മിലുള്ള ഒരു ഹെറ്ററോജംഗ്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നോർമലി നമ്മൾ സിലിക്കൺ ഡിവൈസസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ദേ ആർ യൂസ്ഡ് ഇൻ ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ആണല്ലോ. നമ്മൾ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് ഒക്കെയാണ്. സോ ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസ് ആയതുകൊണ്ടാണ് നമ്മൾ സിലിക്കൺ ഡോപ്ഡ് ആയിട്ടുള്ള ഈ ഡിവൈസസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത്. ഇനി അലുമിനിയം ഗാലിയം ആർസനൈഡ് മോഡുലേഷൻ ഡോപ്ഡ് ഹെറ്ററോ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് നോർമലി ദേ ആർ യൂസ്ഡ് ഇൻ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസ് due to high mobility of gallium arsenide electrons and hence faster operation. നമ്മൾ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിലും യൂസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ഹൈ മൊബിലിറ്റി ഓഫ് ഗാലിയം ആർസനൈഡ് ഇലക്ട്രോൺസിന്റെ മൊബിലിറ്റി കൂടുതലാണ്. അതേപോലെ അതിന്റെ സ്വിച്ചിങ് സ്പീഡും കൂടുതലാണ്. ഓക്കെ. ഇനി the aluminum gallium arsenide modulation doped heterojunctions are used in high frequency applications than those of silicon devices. നമ്മൾ സിലിക്കൺ ഡിവൈസ് കൺസിഡർ ചെയ്യുമ്പോൾ ഇത് നമ്മൾ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. റീസൺ എന്താണ്? ഡ്യൂ ടു ദ ഹയർ മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഗാലിയം ആർസനൈഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി when the left material is gallium arsenide doped with aluminum and the right one is near intrinsic gallium, this structure is called a modulation doped aluminum and this method is used to produce it, and this is known as modulation doping. എന്താണ്? നമ്മൾ ഒരു ഗാലിയം ആർസനൈഡ് ലെഫ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇതും ഗാലിയം ആർസനൈഡ് തന്നെയാണ്. ഇതും ഗാലിയം ആർസനൈഡ് ആണ്, ഇവിടെയും ഗാലിയം ആർസനൈഡ് ആണ്. ഇവിടെ എന്താണ് വ്യത്യാസം? നമ്മൾ ശരിക്കും ആ ഗാലിയം ആർസനൈഡിനകത്ത് കുറച്ച് അലൂമിനിയം അതിനകത്തേക്ക് ഡോപ്പ് ചെയ്തിട്ടു. അപ്പൊ എന്ത് ഫോം ചെയ്തു? അലുമിനിയം ഗാലിയം ആർസനൈഡ് ഫോം ചെയ്തു. ഇത് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഇതും ഗാലിയം ആർസനൈഡ് ആണ്, ഇതും ഗാലിയം ആർസനൈഡ് ആണ്. രണ്ട് സെയിം സ്ട്രക്ചർ ആണ്. പക്ഷെ ആ ഗാലിയം ആർസനൈഡിന്റെ കൂടെ ഞാൻ എന്തും കൂടി ഇവിടെ ഡോപ്പ് ചെയ്തിട്ട് അലൂമിനിയം ഡോപ്പ് ചെയ്തു. അപ്പൊ അലൂമിനിയം ഡോപ്പ് ചെയ്തപ്പോ ഇതെന്തായി? അലൂമിനിയം ഗാലിയം ആർസനൈഡ് ആണ്. അപ്പൊ ഇവിടെ ഗാലിയം ആർസനൈഡ് അങ്ങനെ തന്നെ റിട്ടേൺ ചെയ്തു. ഇതൊരു പ്യൂർലി ഇൻട്രിൻസിക് ആയിട്ടുള്ള ഗാലിയം ആർസനൈഡ് ആണ്. ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്തു? കുറച്ച് ഇമ്പ്യൂരിറ്റീസ് ആയി അലൂമിനിയത്തിന് ഞാൻ അങ്ങോട്ടേക്ക് ഡോപ്പ് ചെയ്തു. സോ ഇങ്ങനെ ഫോം ചെയ്യുന്ന സ്ട്രക്ചർ, ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും മോഡുലേഷൻ ഡോപ്ഡ് ഹെറ്ററോജംഗ്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയണത്? ഈ പറയുന്ന മോഡുലേഷൻ ഡോപ്പിംഗ്. അപ്പൊ എന്താണ് മോഡുലേഷൻ ഡോപ്പിംഗ്? നമ്മുടെ കയ്യിൽ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ നമ്മളൊരു ഇപ്പൊ ഗാലിയം ആർസനൈഡ് എന്ന് പറയുന്ന ഒരു സബ്സ്ട്രേറ്റിനകത്ത് ഞാനൊരു ഇമ്പ്യൂരിറ്റീസിനെ കൊണ്ടിട്ടു. അപ്പൊ ഒരു സൈഡ് എന്ത് വന്നു? ആ ഇമ്പ്യൂരിറ്റിയും കൂടെ ചേർന്നിട്ടുള്ള ഗാലിയം ആർസനൈഡ് വന്നു. മറു സൈഡിൽ എന്ത് വന്നു? ആ പ്യൂർ ഇൻട്രിൻസിക് ആയിട്ടുള്ള ഗാലിയം ആർസനൈഡ് വന്നു. ഓക്കെ. So modulation doping is a technique for fabricating semiconductors such that the free charge carriers are specially separated from the donors because this eliminates scattering from the donors. Okay. അപ്പൊ മോഡുലേഷൻ ഡോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ സെമി കണ്ടക്ടർ ഫാബ്രിക്കേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? അതിനകത്തുള്ള ഫ്രീ ചാർജ് കാരിയേഴ്സിനെ നമ്മൾ ഡോണേഴ്സിൽ നിന്നും എന്ത് ചെയ്യാണ്? സെപ്പറേറ്റ് ചെയ്യാണ്. ഓക്കെ. ഇനി അതിന്റെ ഫീച്ചേഴ്സ് എന്താന്ന് നോക്കാം. മോഡുലേഷൻ ഡോപ്ഡ് സെമികണ്ടക്ടർ ഹാവ് ഹൈ കാരിയർ മൊബിലിറ്റി ആൻഡ് ഹെൻസ് ഫാസ്റ്റർ ഓപ്പറേഷൻ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്.
ഇനി എങ്ങനെയാണ് ഈ മോഡുലേഷൻ ഡോപ്ഡ് സെമി കണ്ടക്ടേഴ്സ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ മോഡുലേഷൻ ഡോപ്ഡ് semiconductor crystals are commonly grown by epitaxial method to allow successive layers of different semiconductor species to be deposited. അപ്പോൾ നമ്മൾ എപ്പിടാക്സിയൽ ഗ്രോത്ത് വഴിയാണ് ഈ മോഡുലേഷൻ ഡോപ്ഡ് സെമികണ്ടക്ടർ പ്രോസസ് എല്ലാം ഈ ഒരു ഗ്രോത്ത് നമ്മൾ എക്സിബിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു അറ്റൈൻ ചെയ്യുന്നത്. A layer of aluminum gallium arsenide is deposited over gallium arsenide with silicon donors in the aluminum gallium arsenide. ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇനി in the case of energy band diagram of aluminum gallium arsenide and the gallium arsenide heterostructure, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ energy band diagram, the Fermi level in the n-type aluminum gallium arsenide is close to the conduction band. അപ്പോൾ ആ ഒരു ഫിഗർ എടുക്കുവാണെങ്കിൽ ആ ഫിഗറിനകത്ത് നമുക്ക് ആ ഫെർമി ലെവൽ എന്ന് പറയുന്നത് ഏതിന്റെ ക്ലോസ് ആയിട്ടാണ് ഉള്ളത്? ഇറ്റ് ഈസ് ക്ലോസ് ടു ദ കണ്ടക്ഷൻ ബാൻഡ്. ഫിഗർ ഒന്നുകൂടി എടുക്കാം. ദേ 1 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. ദേ ഇതിനകത്ത് ഫെർമി ലെവൽ ഏതിന് ക്ലോസ് ആയിട്ടുള്ളതാണ്? അത് കണ്ടക്ഷൻ ബാൻഡിന്റെ അടുത്തായിട്ടാണ് കിടക്കുന്നത്. ഇത് കണ്ടക്ഷൻ ബാൻഡ്, ഇത് വാലൻസ് ബാൻഡ്. ഇത് ആദ്യത്തെ റീജിയൻ, അതായത് നമ്മുടെ അലുമിനിയം ഗാലിയം ആർസനൈഡിന്റെ റീജിയൻ. അതിന്റെ കറസ്പോണ്ടിങ് കണ്ടക്ഷൻ ബാൻഡിന് EC1 എന്നും പറഞ്ഞ് ഇതിനെ വാലൻസ് ബാൻഡിന് EB1. സോ ഈ ഫെർമി ലെവൽ കിടക്കുന്ന ഏതിന് ക്ലോസ് ആയിട്ടാണ്? ആ കണ്ടക്ഷൻ ബാൻഡിന്റെ ക്ലോസ് ആയിട്ടാണ്. ഇനി ഈ ഒരു കേസ് എടുക്കുവാന്ന് വെച്ചോ, ആൻഡ് ഫോർ ദ ലൈറ്റ്ലി പി ഡോപ്ഡ് ഗാലിയം ആർസനൈഡ് ഞാൻ എടുക്കുവാന്ന് വെച്ചോ. ഈ ഗാലിയം ആർസനൈഡ് നമുക്ക് പറയാം ഏറെക്കുറെ ഇത് എന്താണ്, രണ്ടിന്റെയും ഓൾമോസ്റ്റ് മിഡിൽ എന്ന് പറയാം. ഓക്കെ, ഈ ഒരു റീജിയൻ അക്രോസ് ആയിട്ടാണ് വരുന്നത്. സോ ഫെർമി ലെവൽ ഇവിടെ എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡ് അക്രോസും ഇതെന്ന് പറയുന്നത് ഓൾമോസ്റ്റ് മിഡിൽ ആയിട്ടാണ് ശരിക്കും ഇവിടുത്തെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫെർമി ലെവൽ വരുന്നത്. അപ്പൊ നിങ്ങൾ വരയ്ക്കുമ്പോൾ ആ ഒരു മിഡിൽ വരത്തക്ക രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കണം. ഓക്കെ, ഇനി എങ്ങനെയാണ് ആ കറസ്പോണ്ടിങ് വർക്കിംഗ് നടക്കുന്നത്? അപ്പൊ ദേ നമുക്ക് ഓരോന്നും നോക്കാം. അപ്പൊ ബിഫോർ കോണ്ടാക്ട്, ഇത് കോണ്ടാക്റ്റിൽ വരുന്നതിന് മുന്നേ, അതായത് ഗാലിയം ആർസനൈഡും അതേപോലെ അലുമിനിയം ഗാലിയം ആർസനൈഡും കോണ്ടാക്റ്റിൽ വരുന്നതിന് മുന്നേ ഉള്ള കേസസ് ആണ്. അപ്പൊ ബിഫോർ കോണ്ടാക്ട് നമുക്ക് എങ്ങനെ പറയാം? ഈ അലുമിനിയം ഗാലിയം ആർസനൈഡിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ എനർജി ബാൻഡ് ഡയഗ്രം ഇതും, ഇതിന്റെ എനർജി ബാൻഡ് ഡയഗ്രം ഇങ്ങനെയും നമുക്ക് പറയാം. അപ്പൊ ബിഫോർ കോണ്ടാക്ട് ദ ബാൻഡ്സ് ആർ ഫ്ലാറ്റ്. ആ സമയത്ത് കോണ്ടാക്റ്റിൽ വരുന്നതിന് മുന്നേ അതിന്റെ എനർജി ബാൻഡ് ഡയഗ്രം എന്താണ്? ഫ്ലാറ്റ് ആണ്. നമ്മൾ ഓൾറെഡി എനർജി ബാൻഡ് ഡയഗ്രം ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് നമ്മൾ എപ്പോഴും പഠിച്ചിരിക്കുന്നത്. കോണ്ടാക്റ്റിൽ വരുമ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത്? ആ സ്ട്രെയിറ്റ് ലൈനിൽ നിന്നും അത് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ the bands are flat because the materials are electrically neutral and have uniform doping. അപ്പൊ നമ്മൾ കോണ്ടാക്റ്റിൽ വരുന്നതിന് മുന്നേ ഇതെല്ലാം എന്താണ്? ഫ്ലാറ്റ് ആണ്. അപ്പൊ അതിനകത്ത് യൂണിഫോം ഡോപ്പിംഗ് ആണ്, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരുന്നു. Here EC represents the conduction band of aluminum gallium arsenide and gallium arsenide. EC എന്ന് പറയുന്നത് രണ്ടിന്റെയും കണ്ടക്ഷൻ ബാൻഡിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഏതിന്റെയൊക്കെയാണ്? അലുമിനിയം ഗാലിയം ആർസനൈഡിന്റെയും ഗാലിയം ആർസനൈഡിന്റെ കണ്ടക്ഷൻ ബാൻഡും. ഇനി തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, രണ്ട് കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ EC ആണ്. ഇതിനകത്ത് EF എന്ന് പറയുന്നത് അലുമിനിയം ഗാലിയം ആർസനൈഡിന്റെ കണ്ടക്ഷൻ ബാൻഡിന്റെ അടുത്തായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോ അതിനെ നമുക്ക് EF എന്ന് റെപ്രസെന്റ് ചെയ്യാം. ആൻഡ് ദ ബാരിയർ ബിറ്റ്വീൻ ദ മെറ്റീരിയൽ ഇൻ ദ കണ്ടക്ഷൻ ബാൻഡ് ഡെൽറ്റ EC can be found using Anderson rule. ശരിക്കും ഈ ഡെൽറ്റ EC നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു റൂൾ ഒക്കെ ഉണ്ട്. ആ റൂളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൻഡേഴ്സൺ റൂൾ എന്ന് പറയുന്നത്. ആൻഡേഴ്സൺ റൂൾ. അപ്പൊ ഇനി എന്താണ് ആൻഡേഴ്സൺ റൂൾ പറയണം നോക്കാം. According to Anderson rule, when we join two materials, രണ്ടിന്റെയും വാക്യൂം ലെവൽ എന്ത് ചെയ്യും? They should line up. നമ്മൾ രണ്ട് മെറ്റീരിയൽസ് ജോയിൻ ചെയ്യുന്ന സമയത്ത് രണ്ടിന്റെയും വാക്യൂം ലെവൽ ലൈൻ അപ്പ് ആവും, അല്ലെങ്കിൽ ഒരേ ലൈനിൽ കയറി വരും. ഇനി എന്താണ് വാക്യൂം ലെവൽ? In physics, the vacuum level refers to the maximum energy of a free stationary electron that is outside of any material. Vacuum level എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെർട്ടിക്കുലർ മെറ്റീരിയലിന്റെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ മെറ്റീരിയലിനകത്തുള്ള മെറ്റീരിയലിന്റെ പുറത്തുള്ള മാക്സിമം, അതായത്
അതിന് ഒക്കുപ്പൈ ചെയ്യാൻ പറ്റുന്ന, അതിനകത്തുള്ള കാരിയേഴ്സിന് ഒക്കുപ്പൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം എനർജി ലെവലിനെയാണ് നമ്മൾ എന്ത് പറയണത്? വാക്യൂം ലെവൽ എന്ന് പറയണത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയണത്? വാക്യൂം ലെവൽ എന്ന് പറയണത്. അപ്പോ നമ്മൾ നോർമലി ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് യൂസ് ചെയ്യുന്നത്? ആൻഡേഴ്സൺ റൂൾ ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡേഴ്സൺ റൂളില് ഈ രീതിയിലാണ് നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യാണ്, if psi A and psi B are the electron affinity of gallium arsenide and aluminum gallium arsenide respectively. നമ്മൾ psi A എന്ന് പറയുന്നത് അലുമിനിയം ഗാലിയം ആർസനൈഡിന്റെ ഇലക്ട്രോൺ അഫിനിറ്റിയും psi B എന്ന് പറയുന്നത് നമ്മൾ ഗാലിയം ആർസനൈഡിന്റെ ഇലക്ട്രോൺ അഫിനിറ്റി എന്നും പറഞ്ഞ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ we can represent delta EC as psi A minus psi B അല്ലെങ്കിൽ XA minus XB എന്ന് നമുക്ക് represent ചെയ്യാം. Where electron affinity of the semiconductor is defined as the energy required for an electron located at the bottom EC of the conduction band to get out of the solid. അതിനെയാണ് നമ്മൾ electron affinity എന്ന് പറയുന്നത്. A maximum energy level. So അത് attain ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ആ ഒരു സബ്സ്ട്രേറ്റിനുള്ളിൽ നിന്നും വെളിയിലേക്ക് ചാടാൻ വേണ്ടിയിട്ടുള്ള ഇലക്ട്രോൺ എനർജിനെയാണ് നമ്മൾ എന്ത് പറയണത്? affinity എന്ന് പറയുന്നത്. It can be represented as psi equal to or x equal to E vacuum minus EC. So ഇതാണ് അതിന്റെ പിക്ടോറിക്കൽ റെപ്രസെന്റേഷൻ. അപ്പൊ ഇതെന്താണ്? ശരിക്കും ഇതാണ് ഈ വാക്യൂം, അതായത് വാക്യൂം ലെവൽ. ഇതാണ് ഏറ്റവും ഹയസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. ഇനി ഈ EA എന്ന് പറയുന്നത് എനർജി ഓഫ് ഇലക്ട്രോൺ അഫിനിറ്റി. ഈ EA എന്ന് പറയുന്നത് എനർജി ഓഫ് ഇലക്ട്രോൺ അഫിനിറ്റി ആണ്. ഇതെന്ന് പറയുന്ന കണ്ടക്ഷൻ ബാൻഡ്, ഇത് വാലൻസ് ബാൻഡ്, ഇതെന്താണ്? ഫെർമി ലെവൽ എന്ന് പറയും. ഈ V എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു വാക്യൂം ലെവൽ എനർജി ആണ്. അപ്പോ ഈ ഒരു റൂളിനെ ബേസ് ചെയ്തിട്ടാണ് ശരിക്കും നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോ അക്കോർഡിംഗ് ടു ദിസ് റൂൾ one gets a value of delta EC of 0.35 ഇലക്ട്രോൺ വോൾട്ട്. ഈ ഒരു റൂള് വെച്ചിട്ട് നമുക്ക് ഈ ഡെൽറ്റ EC എത്ര കിട്ടും? 0.35 ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. എപ്പോഴാ കിട്ടുന്നത്? നമ്മൾ ഈ ഒരു ഡോപ്പിംഗിനകത്ത് എക്സിന് 0.3 കൊടുക്കുമ്പോഴാണ് ഈ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, അപ്പോ when both materials are in contact, അപ്പൊ രണ്ടിനും ഒരു വാക്യൂം ലെവൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അലുമിനിയം ഗാലിയം ആർസനൈഡിന് ഇതേപോലെ ഒരു വാക്യൂം ലെവൽ ഉണ്ട്, ഗാലിയം ആർസനൈഡിന് ഇതേപോലെ ഒരു വാക്യൂം ലെവൽ ഉണ്ട്. ഇനി രണ്ട് മെറ്റീരിയലും കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് some of the electrons from the donor of n-type material will cross the interface reaching the undoped gallium arsenide. അല്ലേ? രണ്ടും കൂടെ രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള സാധനമാണ്. രണ്ടും കൂടെ നമ്മൾ ചേർത്ത് വെക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇതിൽ നിന്ന് കുറച്ച് ഇലക്ട്രോൺസ് അങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോ അതിന്റെ ഇടയിൽ ഒരു എന്ത് ക്രിയേറ്റ് ചെയ്യും? അതിന്റെ ഈ ഒരു PN ജംഗ്ഷൻ ഡയോഡിന് അക്രോസ് ആയിട്ട് ഒരു ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇതിന്റെ ഇടയിൽ ഒരു ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. അപ്പോ ഒരു കുറച്ച് നോൺ ന്യൂട്രലൈസ്ഡ് ഡോണേഴ്സ് ഒക്കെ, ഗാലിയം ആർസനൈഡിനകത്തുള്ള നോൺ ന്യൂട്രലൈസ്ഡ് ആയിട്ടുള്ള ഡോണേഴ്സ് ശരിക്കും ഈ ഗാലിയം ആർസനൈഡിന്റെ സൈഡിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഈ ഒരു റീസൺ കാരണമാണ് ബാൻഡ് ബെൻഡിങ് റൈസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇൻഡിവിജ്വലി എടുത്തു കഴിഞ്ഞാൽ ഓരോ ബാൻഡും ഫ്ലാറ്റ് ആണ്, ബട്ട് ചേർത്ത് വെക്കുമ്പോൾ അതിനകത്ത് എന്തുണ്ടാവും? ഈ ബാൻഡിങ്ങിൽ ചെറുതായിട്ട് ഒന്ന് ബെൻഡ് ചെയ്യും. സോ ബെൻഡ് ചെയ്യാനുള്ള റീസൺ എന്താണ്? ചേർത്ത് വെക്കുന്ന സമയത്ത് കുറച്ച് നോൺ ന്യൂട്രലൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് എന്ത് സംഭവിക്കും? ഡോണേഴ്സ് അപ്പുറത്തേക്ക് ചാടാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണമാണ് ബാൻഡ് ബെൻഡിങ് അറൈസ് ചെയ്യുന്നത്. At equilibrium, the two Fermi levels എന്ത് ചെയ്യും? ലൈൻ അപ്പ് ആവും. ബാൻഡ്സ് എന്ത് ചെയ്യും? ബെൻഡ് ചെയ്യും, ലൈക്ക് ഇൻ ദ കേസ് ഓഫ് എ PN ജംഗ്ഷൻ. അപ്പൊ PN ജംഗ്ഷൻ പോലെ തന്നെ ഇതെന്ത് ചെയ്യും? ബാൻഡ് ബെൻഡ് ചെയ്യും. With the only difference that the barrier delta EC is created. രണ്ടിന്റെയും കേസിലുള്ള ആ ഒരു ബാരിയർ ഉണ്ടല്ലോ, ഡെൽറ്റ EC എന്ന് പറയുന്ന ബാരിയർ അവിടെ ക്രിയേറ്റ് ആവും. And the Fermi levels of both aluminum gallium arsenide and gallium arsenide will line up, and hence the conduction band of gallium arsenide will align itself with the interface and has a shape close to a triangular well as similar to the Mohs structure. ഈ ഒരു ഇന്റർഫേസിന്റെ ഒരു ഇത് കാരണമാണ് ഇങ്ങനെ ബാൻഡ് ബെൻഡിങ് നടക്കുന്നത്. കാരണമാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇത് ലൈനപ്പ് ആയിട്ട് അതെന്ത് ചെയ്യും? അതൊരു ട്രയാങ്കുലർ വെൽ ഫോം ചെയ്യും. അപ്പൊ ഇതേ നോക്കിയേ, ഇത് അലുമിനിയം ഗാലിയം ആർസനൈഡ്, ഇത് ഗാലിയം ആർസനൈഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതെന്ന് പറയുന്നത് ഈ രീതിയിൽ വന്ന്, നമ്മൾ ഓൾറെഡി സ്ട്രെയിറ്റ് ലൈൻ ആണ് പറഞ്ഞത്, പക്ഷെ സ്ട്രെയിറ്റ് ലൈൻ വന്ന് ഇങ്ങനെ വന്ന് എന്ത് സംഭവിക്കും? ആ ഒരു കരിയർ ഫ്ലോ ആണ് കാണിക്കുന്നത്. ഇങ്ങനെ വന്നതിന് ശേഷം ഈ കറസ്പോണ്ടിങ് ഗാലിയം ആർസനൈഡിന്റെ
കണ്ടക്ഷൻ ബാൻഡുമായിട്ട് എന്ത് ചെയ്യും, ഈ ഒരു രീതിയിൽ ഒരു ബാൻഡ് ബെൻഡ് ചെയ്ത് ഈ ഒരു എനർജി ബാൻഡ് ഡയഗ്രാമിന്റെ ഈ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് എന്ത് നമ്മുടെ ഫോംഡ്, അതായത് മോഡുലേഷൻ ഡോപ്ഡ് സ്ട്രക്ചേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ബാൻഡ് എന്ന് പറയുന്നത്. If you call Z the direction perpendicular to the interface, Z എന്ന് പറയുന്നത് ഈ ഇന്റർഫേസിന്റെ, ഈ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ the electron forming the 2D inversion layer are free to move along XY direction. അപ്പോൾ ശരിക്കും ഇവിടെ ഫോം ചെയ്ത ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഈ രണ്ട് ഡയറക്ഷനിലേക്ക് ഇങ്ങോട്ടും അതേപോലെ Y ഡയറക്ഷനിലേക്കും എന്ത് ചെയ്യാൻ പറ്റും, ഫോം ചെയ്യാൻ പറ്റും. ഇനി but the energy for the motion along the Z direction is എന്ത് ചെയ്തേക്കുവാണ്, ക്വാണ്ടൈസ് ചെയ്തേക്കുവാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇതിനെ വെൽ എന്ന് പറയുന്നത്. XY Z ഡയറക്ഷനകത്ത് നമ്മൾ Z ഡയറക്ഷൻ അതിന്റെ മൂവ്മെന്റ് ക്വാണ്ടൈസ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് പറയുന്നത്, വെൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ വരച്ച ഈ വെല്ലിന്റെ ഷേപ്പ് ഇതാണല്ലോ വെല്ല്. ആ വെല്ലിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇതാണ്, ഒരു ട്രയാങ്കിൾ ഓഫ് വെൽ ആണ്. അതുകൊണ്ടാണ് ഇറ്റ് സീംസ് ടു ബി ലൈക്ക് എ ട്രയാങ്കിൾ. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രയാങ്കിൾ ഓഫ് വെൽ എന്ന് പറയാനുള്ള റീസൺ.